Hi students, welcome to a lecture series of quantum mechanics. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മാത്തമാറ്റിക്കൽ ഫ്രെയിം വർക്ക് എന്നുള്ള നിലയ്ക്കുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ശ്രമം നടത്തിയത്. അപ്പോൾ എന്താണ് ക്വാണ്ടം മെക്കാനിക്സ് എന്നും എവിടെയാണ് അത് അപ്ലൈ ചെയ്യുന്നതെന്നും എന്താണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നും അത് തമ്മിലുള്ള കണക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയററ്റിക്കൽ ഫോർമുലേഷനിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. എർവിൻ ഷ്രോഡിഞ്ചർ 1926 ഡെവലപ്പ് ചെയ്ത ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഓഫ് മോഷൻ ഡെറൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഓഫ് മോഷൻ ഡെറൈവ് ചെയ്യല്ല, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഓഫ് മോഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നോർമലി ഒരു മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിലാണ് സാധാരണ അപ്ലൈ ചെയ്യുക. അപ്പോൾ മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനും, അല്ലെങ്കിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ വളരെയധികം പ്രത്യേക സ്ഥാനവും ഈ മൈക്രോസ്കോപ്പിക് തലത്തിലുണ്ട്. അപ്പോൾ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റിയും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും വളരെ ഇമ്പോർട്ടൻസ് രണ്ടും പരസ്പരം കണക്ട് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ആൻഡ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയുന്നതാണ്. നമുക്കറിയാം ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ തലത്തിൽ നമ്മൾ പാർട്ടിക്കിളിൻ്റെ അതിൻ്റെ വേവ് ലെങ്ത് ഡി ബ്രോയി വേവ് ലെങ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഡി ബ്രോയി വേവ് ലെങ്ത് അല്ലെങ്കിൽ അതിനെ മാറ്റർ വേവ്സ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. മാറ്റർ വേവ്സ് എന്താണെന്നൊക്കെ നമുക്കറിയാം. ഒരു പാർട്ടിക്കിളിന് ഒരു വേവ് നേച്ചർ ഉണ്ടാവും. ആ വേവ് നേച്ചറിൻ്റെ ആ പാർട്ടിക്കിൾ വേവ് ലെങ്ത് നമ്മൾ ലാംഡ =h/p എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. പി എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റമാണ്. ലാംഡ എന്ന് പറയുന്നത് ആ കറസ്പോണ്ടിങ് വേവ് പാക്കറ്റിൻ്റെ വേവിൻ്റെ ഡിബ്രോയി വേവിൻ്റെ വേവ് ലെങ്ത് ആണ്. എന്നിട്ട് നമ്മളതൊരു വേവ് പാക്കറ്റിൻ്റെ കോൺസെപ്റ്റ്, ഗ്രൂപ്പ് വെലോസിറ്റി, എന്താ പറയുക, അതേപോലെ തന്നെ ഫേസ് വെലോസിറ്റി, അങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ ഇതിനു മുമ്പുള്ള ലെക്ചേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മാറ്റർ വേവ്സ് എന്താണെന്നും മാറ്റർ വേവ് എന്ന് പറയുന്നതിനെ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റി സൈ നമ്മൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈ, ഇതിനെയാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആൻഡ് ടൈം, എക്സ്, വൈ, സെഡ് ആൻഡ് ടി. ഇതാണ് വേവ് ഫംഗ്ഷൻ. നമ്മൾ ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. മാറ്റർ വേവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മോഡുലസ് സൈ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റും. മോഡുലസ് സൈ സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രോബബിലിറ്റി ഡെൻസിറ്റി. പ്രോബബിലിറ്റി ആയിട്ട് പ്രൊപ്പോർഷണലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലെക്ചറിൽ ഇതിനു മുമ്പുള്ള ലെക്ചേഴ്സിൽ നമ്മൾ പ്രധാനമായും മാറ്റർ വേവ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെങ്കിൽ അതിലെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആണ് വേരി ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. ഒരു മെക്കാനിക്കൽ വേവ്സിൽ ഇപ്പോൾ ഒരു വാട്ടർ വേവ്സിലാണെങ്കിൽ വാട്ടർ മീഡിയത്തിൻ്റെ വേരിയേഷനാണ് നമ്മൾ മാറ്റർ മീഡിയത്തിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ അതിൻ്റെ ഫംഗ്ഷനായിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അതേപോലെ മാറ്റർ വേവ്സിൽ എന്താണെന്ന് ചോദിച്ചാൽ മാറ്റർ വേവ്സ് ആർ ആക്ച്വലി വിത്ത് വേവ്സ് ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ആ വേവ് ഫംഗ്ഷൻ സൈ വരുന്നത്. പക്ഷേ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമ്മൾ പ്രോബബിലിറ്റി എന്നല്ല നമ്മൾ പറയുന്നത്. കാരണം വേവ് ഫംഗ്ഷൻ സൈക്ക് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് ഒക്കെ പോസിബിൾ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ പ്രോബബിലിറ്റിക്ക് പ്രപ്പോർഷണലാണ്. ഇത് നമ്മൾ മാറ്റർ വേവ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മളൊരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിനെ ക്വാണ്ടം മെക്കാനിക്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ we will introduce a quantity, a function. That function is called wave function. It is actually a complex function. And the wave function psi has got no physical significance. But mod psi square is proportional to probability of finding the particle
finding the particle at the specified position and time, at a particular time and at a particular place. So mod psi square is proportional to probability of finding the particle, at a particular place and at a time t. So psi is a complex function ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സൈക്ക് പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ ഈ വേവ് ഫംഗ്ഷൻ psi ആണ് ആ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ വേവ് ഫംഗ്ഷന്റെ മോഡ് psi സ്ക്വയർ പ്രോബബിലിറ്റിയുമായിട്ട് പ്രൊപ്പോർഷണൽ ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വേവ് ഫംഗ്ഷൻ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ psi എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ a+ib എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. എയും ബിയും റിയൽ ഫംഗ്ഷൻസ് ആണെന്ന് വിചാരിക്കുക. Then its complex conjugate psi star can be represented as a minus ib, complex conjugate. So psi star psi is equal to modulus psi square, that can be represented as a square plus b square. It is always real and positive. Always real and positive. അപ്പോൾ മോഡ് psi ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെങ്കിലും മോഡ് psi സ്ക്വയർ എപ്പോഴും റിയൽ ആൻഡ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ മോഡ് psi സ്ക്വയർ ആണ് പ്രോബബിലിറ്റിയുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ? മോഡ് psi സ്ക്വയർ ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ആൻഡ് റിയൽ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ നോർമലി മോഡ് psi സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു proportional to the probability density എന്നാണ് നമ്മൾ പറയുക. probability density എന്ന് പറഞ്ഞാൽ probability per unit volume. ഓക്കെ, ക്ലിയർ? probability per unit volume. ഓക്കെ, നമ്മളൊരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി പെർ യൂണിറ്റ് വോളിയം, ഒരു യൂണിറ്റ് വോളിയത്തിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മോഡ് psi സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ് എന്ന് നമ്മൾ പറയാറുള്ളത്. ഇത് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് മോഡ് psi സ്ക്വയർ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി പെർ യൂണിറ്റ് വോളിയം. അതിനെ പി എന്ന് നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റിനെ പി എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ മോഡ് psi സ്ക്വയർ ഇസ് ഈക്വൽ ടു പി എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടേക്കിംഗ് ദ ടോട്ടൽ പ്രോബബിലിറ്റി ആസ് 1. ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടിക്കിളിനെ കാണാനുള്ള ടോട്ടൽ പ്രോബബിലിറ്റി. എവിടെ തൊട്ട് എവിടെ വരെ? നമ്മൾ ലിമിറ്റ് എടുക്കേണ്ടത് -∞ തൊട്ട് +∞ വരെ. ത്രൂ ഔട്ട് ദ റീജിയൻ മോഡ് psi സ്ക്വയർ dv ഈസ് ആക്ച്വലി ഇന്റഗ്രൽ -∞ to +∞ p dv. സോ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് p ആണെങ്കിൽ p dv ആണ് dv വോള്യത്തിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇന്റഗ്രൽ -∞ to +∞ വരെയുള്ള ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ -∞ to +∞ p dv എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ -∞ to +∞ മോഡ് psi സ്ക്വയർ dv ഈസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ പറയാം. ഇത്തരത്തിലുള്ള വേവ് ഫംഗ്ഷനെയാണ് നമ്മൾ ഈ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിട്ട് ചൂസ് ചെയ്യുന്നു. സോ
mod psi square, then wave function, that psi is called the normalized wave function. Normalized wave function. So condition for normalization is mod psi integral minus infinity to plus infinity mod psi square dv is equal to 1. അല്ലെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ ഇങ്ങനെ എഴുതാം, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി psi star psi dv is equal to 1. This is the condition for normalized wave function. This is the normalization condition. ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് ഒരു ഈ വേവ് ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു അപ്രോപ്രിയേറ്റ് കോൺസ്റ്റന്റ് കൊണ്ട് നമുക്ക് വേവ് ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ നോർമലൈസേഷൻ കണ്ടീഷനിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഒരു അപ്രോപ്രിയേറ്റ് കോൺസ്റ്റന്റ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ നോർമലൈസേഷൻ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേവ് ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യപ്പെടണം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ആ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. ഒരു പാർട്ടിക്കിളിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പർട്ടിക്കുലർ റീജിയനിൽ പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോബബിലിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി, പ്രോബബിലിറ്റി പെർ യൂണിറ്റ് വോള്യം. സോ taking total probability as 1, we can write it as integral minus infinity to plus infinity mod psi square dv is equal to mod psi star psi dv is equal to 1 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേവ് ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്താണെന്ന് ക്ലിയർ ആയി. എന്താണ് വേവ് ഫംഗ്ഷൻ എന്ന് മനസ്സിലായി. എന്താണ് വേവ് ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ക്വാണ്ടിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. പ്രോബബിലിറ്റി ഡെൻസിറ്റിയുമായിട്ടുള്ള അതിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ കണക്ഷൻ പറഞ്ഞു. വേവ് ഫംഗ്ഷൻ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും ഓൾവേസ് റിയൽ ആൻഡ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി പറയാറുള്ളത്. വേവ് ഫംഗ്ഷൻ എങ്ങനെ നോർമലൈസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു വേവ് ഫംഗ്ഷൻ സൈ, ഇപ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു ഫൈ എന്ന് പറയുന്നത് നോർമലൈസർ അല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക, എ ഇൻറ്റു ഫൈ. അപ്പോൾ ആ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എ ഫൈ ഡി വി ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ആ എ അപ്രോപ്രിയേറ്റ് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ 1 ആയാൽ ഈ എ ഫൈ എന്ന് പറയുന്നത് പുതിയ വേവ് ഫംഗ്ഷൻ സൈ ഇസ് ഈക്വൽ ടു എ ഫൈ ഈസ് ദ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു അപ്രോപ്രിയേറ്റ് കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വേവ് ഫംഗ്ഷനെ നോർമലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന വേവ് ഫംഗ്ഷൻ ആയിരിക്കണം ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പറയും. എന്താണ് ഈ വേവ് ഫംഗ്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഈ വേവ് ഫംഗ്ഷൻ സൈയുടെ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ റെപ്രസെന്റ് in quantum mechanics we can write a partial differential equation in psi that equation is actually called the Schrodinger equation. And solution to this partial differential equation will give the wave function psi, and it describes the state of the system. It describes the state of the system at a particular point, at a particular region, at a particular space, and at a particular time, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് സമയത്ത് വേവ് ഫംഗ്ഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ
പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത്. ഇപ്പോൾ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൈഡ് രൂപത്തിലുള്ള ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ആക്ച്വലി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അത് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് വേവ് ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ വേവ് ഫംഗ്ഷൻ ആണ് ക്വാണ്ടം മെക്കാനിക്സിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഒരു പാർട്ടിക്കിളിനെ കുറിച്ച് തരുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മളൊരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒരുപാട് എക്സ്റ്റേണൽ ഫോഴ്സുകളൊക്കെ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ നമ്മളൊരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്സിലുള്ള പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. വേവ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, വേവ് ഫംഗ്ഷന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, the problem of quantum mechanics is to determine psi of a body when its freedom of motion is limited by the action of external forces. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്കിൾ, അതാണ് നമ്മൾ when its freedom of motion is limited by the external force എന്ന് പറയുന്നത്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സസ് നമുക്ക് അറിയാമെങ്കിൽ, അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് സൈ കണ്ടുപിടിക്കാൻ പറ്റും. സൈ കണ്ടുപിടിച്ചാൽ സൈയിൽ നിന്ന് മോഡ് സൈ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് പാർട്ടിക്കിളിന്റെ പ്രോബബിലിറ്റിയും ആ സൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൈയിൽ നിന്ന് നമുക്ക് ലീനിയർ മൊമെന്റം, ആംഗുലർ മൊമെന്റം, എനർജി, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി physical quantities like angular momentum, linear momentum, and energy can be established from psi. അപ്പോൾ സൈ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആ സിസ്റ്റത്തിന്റെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിൽ നിൽക്കുന്ന ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ സൈ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സിലെ ടാർഗറ്റ് അല്ലെങ്കിൽ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ്. നമ്മൾ ഇനി പ്രപ്പോസ് ചെയ്യും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് വരും. ക്വാണ്ടം മെക്കാനിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്ന വേവ് ഫംഗ്ഷൻസിന് ചില പ്രത്യേക പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അത്തരം ഒരു ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷനായിട്ട് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റിയൽ ബോഡിയുടെ ഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മാത്തമാറ്റിക്കൽ കോംപ്ലക്സ് ഫംഗ്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിന് ചില സർട്ടൻ പ്രോപ്പർട്ടീസ് ഉണ്ടായാൽ മാത്രമേ അതൊരു റിയൽ ബോഡി, ഒരു റിയൽ ഫിസിക്കൽ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷനായിട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പോൾ ആ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വേവ് ഫംഗ്ഷൻസിന്, അത്തരം പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വേവ് ഫംഗ്ഷൻസ് ക്വാണ്ടം മെക്കാനിക്സിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള അത്തരം വേവ് ഫംഗ്ഷൻസിനെ നമ്മൾ പറയുക വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻസ് എന്നാണ്. ഓക്കെ, വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻസ്, വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ, വേവ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം. In order to
describe the state of a real object അല്ലെങ്കിൽ real body, the wave function must satisfy certain properties. Such wave functions are called well-behaved wave functions. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് integral minus infinity to plus infinity mod psi square dv, which is the total probability, must be a finite quantity. ഇതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും. കാരണം എന്താ, ഇത് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ്ലെസ് ആണ്. അപ്പോൾ അതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി, അത് നമ്മൾ ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ദെൻ ആ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി 1 ആണെങ്കിൽ നമ്മൾ പറയും ആ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോബബിലിറ്റി 1. അപ്പോൾ അത് നോർമലൈസ് ചെയ്യാൻ നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിലും ടോട്ടൽ പ്രോബബിലിറ്റി ഒരു വേവ് ഫംഗ്ഷന്റെ ഫൈനൈറ്റ് ആയിരിക്കണം. അതായത് ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം. ഓക്കെ, ക്ലിയർ. അപ്പോൾ രണ്ട് രീതിയിൽ പറയാം. ഈ ഒരു ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും mod psi square dv will be a finite quantity, or you can write that the wave function psi must be normalizable. Means you can represent total probability as 1. Okay, അങ്ങനെ നോർമലൈസബിൾ ആവണമെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എവിടുന്ന് തൊട്ടാണ്? മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെയാണ്. ഇപ്പോൾ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്കറിയാം psi must be tends to 0 as x or y or z tends to plus or minus infinity. അപ്പോൾ ബൗണ്ടറിയിൽ വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയാൽ മാത്രമേ ഈ കണ്ടീഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, psi must tends to 0 as x, y, z tends to plus or minus infinity. അപ്പോൾ ഇതാണ് psi നോർമലൈസബിൾ ആവാനുള്ള പ്രധാനപ്പെട്ട കണ്ടീഷൻ. സോ mod psi square dv is equal to 1 or it should be a finite quantity. അപ്പോൾ അത് നമുക്ക് നോർമലൈസ് ചെയ്യണമെങ്കിൽ ഫൈനൈറ്റ് ആയിരിക്കണം, ഫൈനൈറ്റ് ക്വാണ്ടിറ്റി. then we can normalize it. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ വേവ് ഫംഗ്ഷൻ 0 ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഒരു വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് mod psi square dv എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പാർട്ടിക്കിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. അതെല്ലാവർക്കും മനസ്സിലായി. പ്രോബബിലിറ്റി 0 ആണ്, ഡസ് നോട്ട് എക്സിസ്റ്റ്. പക്ഷേ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി mod psi square dv എന്ന് പറയുന്നത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മീനിങ്ലെസ്. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. mod psi square dv എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. അതായത് we can make it as 1 by adding appropriate constant. That means the wave function must be normalizable. അങ്ങനെ നോർമലൈസബിൾ ആവണമെങ്കിൽ the wave function must tends to 0
as x or y or z tends to plus or minus infinity. Okay, clear? അപ്പോൾ പ്ലസ് ഇൻഫിനിറ്റിയിലും മൈനസ് ഇൻഫിനിറ്റിയിലും വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു നോർമലൈസബിൾ ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം, സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി continuous and single valued. എന്താ സിംഗിൾ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്പേസ് ആൻഡ് ടൈമിൽ ഒരു സിംഗിൾ വാല്യൂയെ വേവ് ഫംഗ്ഷൻ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഓരോ പോയിന്റിലും ഒരു പർട്ടിക്കുലർ ഡെഫിനിറ്റ് വാല്യൂ മാത്രമേ നമുക്ക് ഒരു ഫംഗ്ഷൻ വെച്ച് മാത്രമേ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം, സിംഗിൾ വാല്യൂഡ് ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനെ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വേവ് ഫംഗ്ഷൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ ഡി വി ഈസ് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ എഴുതുന്നത്. അപ്പോൾ വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുള്ള അസംഷനിലാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും ആ വേവ് ഫംഗ്ഷനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അത് സിംഗിൾ വാല്യൂഡ് ആയിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിലാണ് നമ്മൾ എഴുതുക. ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ സ്പേസ് ആൻഡ് ടൈം ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ സ്പേസ്, സെക്കൻഡ് ഓർഡർ ഇൻ സ്പേസ് ആൻഡ് ഫസ്റ്റ് ഓർഡർ ഇൻ ടൈം ആയിരിക്കും. ഓക്കെ, ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വേവ് ഫംഗ്ഷന്റെ സൈഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും the first derivatives of psi that is dou psi by dou x, dou psi by dou y and dou psi by dou z are continuous. These functions are also continuous. Psi മാത്രം കണ്ടിന്യൂസ് ആയാൽ പോരാ, സൈഡ് ഫസ്റ്റ് ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആയിരിക്കണം. psi സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം, നോർമലൈസബിൾ ആയിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആണ്. ഈ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വേവ് ഫംഗ്ഷൻസ് മാത്രമേ ഒരു ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷനായിട്ട് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഒരു റിയൽ ഫിസിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ചില എക്സാമ്പിളുകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാത്ത ചില എക്സെപ്ഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്താൽ അത്രത്തോളം ക്ലാരിറ്റി വരില്ല. എങ്കിലും നമ്മൾ ചില മോഡൽ പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രം കാണുന്ന ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ചില മോഡൽ പ്രോബ്ലംസ് ഉണ്ട്. ഒരിക്കലും ഒരു റിയൽ സിറ്റുവേഷൻ അല്ല, അതൊരു അപ്രോക്സിമേറ്റ് ആയിട്ട് മാത്രമേ ഒരു റിയൽ സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റൂ. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ്, ഒരു പ്രോബ്ലമാണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് പറയുന്നത്. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് അങ്ങനൊരു പ്രോബ്ലം, ഫേമസ് പ്രോബ്ലമാണ് ക്വാണ്ടം മെക്കാനിക്സിലെ. നമ്മളൊരു ബോക്സ് കൺസിഡർ ചെയ്യും, -L to +L വരെയുള്ള ഒരു ബോക്സ് അല്ലെങ്കിൽ 0 to L വരെയുള്ള ഒരു ബോക്സ്, നമ്മൾ 1 ഡയമെൻഷണൽ ബോക്സ് കൺസിഡർ ചെയ്യുന്ന വിചാരിച്ചോ. ഇവിടെ പാർട്ടിക്കിൾ, ഒരു ഫ്രീ പാർട്ടിക്കിൾ ഇതിനുള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 2 ബോക്സിന്റെ വാൾസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ്ലി ലോങ് വാൾസ് ആയിരിക്കും. അപ്പോൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഔട്ട്സൈഡ് ദ ബോക്സ് psi is equal to 0 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ നോർമലൈസേഷൻ കണ്ടീഷൻ എഴുതിയ ക്വാണ്ടിറ്റീസ് നമുക്ക് അവിടെ നോർമലൈസേഷൻ കണ്ടീഷൻ എഴുതിയ കാര്യങ്ങൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് psi do not have continuous derivatives at the boundary in this problem.
ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സെപ്ഷണൽ കേസ് ഒരു എക്സാമ്പിളാണ്. പക്ഷേ ഒരിക്കലും ഒരു റിയൽ പ്രോബ്ലത്തിൽ ഇങ്ങനെ ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് ഇൻഫൈനൈറ്റ്ലി ഹൈ ആയിട്ടുള്ള ഇൻഫൈനൈറ്റ് വാളുകൾ നമുക്ക് ഇത് രണ്ടും നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക ഇൻഫൈനൈറ്റ് വാൾസ് എന്നാണ്. ഇൻഫൈനൈറ്റ് വാൾസ് ആണ്. അപ്പോൾ ഇൻഫൈനൈറ്റ് വാള് ഒരിക്കലും ഒരു റിയൽ ഫിസിക്കൽ പ്രോബ്ലത്തിൽ നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു റിയൽ ഫിസിക്കൽ പ്രോബ്ലം അല്ല. പലപ്പോഴും ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് മോഡൽ പ്രോബ്ലംസ് ആണ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അത്തരം മോഡൽ പ്രോബ്ലംസിലൊക്കെ വേവ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ആ വേവ് ഫംഗ്ഷൻസ് കാണിച്ചു എന്ന് വരാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമ്മളുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള ബേസറിൽ ഈ ഒരു എക്സെപ്ഷണൽ കേസ് നമ്മൾ പ്രത്യേകം പരാമർശിച്ചത് കൊണ്ട് മാത്രം ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇനി വരുന്ന ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, ഫർദർ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്. But before discussing Schrodinger equation, Schrodinger equation is nothing but a wave equation in quantum mechanics. And നമ്മൾ പറയും, let us now discuss the wave equation first. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം വേവ് ഇക്വേഷൻ എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എന്താ പറയുക ഇലക്ട്രോഡൈനാമിക്സിൽ വേവ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മെക്കാനിക്സ് സാധാരണ ബേസിക് മെക്കാനിക്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും വേവ് ഇക്വേഷൻ വേവ്സ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സും അതിൻ്റെ ജനറൽ ഫോം ഓഫ് വേവ് ഇക്വേഷനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ജനറൽ ഫോം ഓഫ് വേവ് ഇക്വേഷനും ഷ്രോഡിഞ്ചർ ഇക്വേഷനും തമ്മിലുള്ള കണക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയും വളരെ കൃത്യം വരും. നമ്മൾ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ഒക്കെ മൈക്രോസ്കോപ്പിക് തലത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അവിടെ വേവ്സ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നതാണ് മാറ്റർ വേവ്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേവ് ഇക്വേഷൻ ആയിട്ട് നമ്മളുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ഡൈനാമിക് ഇക്വേഷൻ ക്വാണ്ടം മെക്കാനിക്സിലെ ബേസിക് ഡൈനാമിക്കൽ ഇക്വേഷൻ വേവ് ഇക്വേഷൻ്റെ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്താൽ വളരെ കൃത്യമായിരിക്കും. അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ്, പോസ്റ്റുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വേവ് ഇക്വേഷൻ പറയുകയാണ്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് we cannot derive Schrodinger equation from fundamental principle because it is a fundamental principle itself. It itself is a fundamental principle. Quantum mechanics le fundamental postulate ആണ് Schrodinger equation എന്ന് പറയുന്നത്. So you cannot derive Schrodinger equation from fundamental principle, basic principles of physics. It is a basic principle itself. ഓക്കെ, ആ സെൻറ്റൻസ് നമ്മൾ അവസാനം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പറഞ്ഞതിന് ശേഷം അവസാനം സ്റ്റേറ്റ് ചെയ്യും. പക്ഷേ അതിന് മുമ്പായിട്ട് ഇപ്പം തന്നെ നമ്മളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ in quantum mechanics cannot be derived from basic principles of physics semicolon it itself is a basic principle. Okay, അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ഇറ്റ്സ് എ പോസ്റ്റുലേറ്റ് ചെയ്യാണ്. ഷ്രോഡിഞ്ചർ ഒരു ഇക്വേഷൻ പോസ്റ്റുലേറ്റ് ചെയ്യാണ് ചെയ്തത്.
ക്വാണ്ടം മെക്കാനിക്സിന് വേണ്ടിയിട്ട്. ഓക്കെ, ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലംസ് കൃത്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പോസ്റ്റുലേറ്റ് ചെയ്യുകയും ആ പോസ്റ്റുലേറ്റ് ചെയ്ത ഇക്വേഷൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ റിസൾട്ടുമായിട്ട് മാച്ച് ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് ഇൻ നോൺ റിലേറ്റിവിസ്റ്റിക് പ്രോബ്ലംസ് മാച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്തു. അതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അല്ലെങ്കിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒരു ബേസിക് ഇക്വേഷനായിട്ട് നമ്മൾ പിന്നീട് ക്വാണ്ടം മെക്കാനിക്സിൽ അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണം. അതായത് ഏത് തിയറി നമ്മൾ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക, സം പോസ്റ്റുലേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു പോസ്റ്റുലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് തിയറി ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത ആ തിയറീസ് നമ്മൾ എക്സ്പെരിമെൻ്റൽ ഫാക്റ്റുമായിട്ട് മാച്ച് ചെയ്യണ്ടോ നോക്കും. അങ്ങനെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോസ്റ്റുലേറ്റിനെ ഒരു ബേസിക് പ്രിൻസിപ്പിളായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനിലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബിഫോർ ഡിസ്കസിങ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ലെറ്റ് us discuss the wave equation, because Schrodinger equation itself is a wave equation. നമുക്ക് വഴിയേ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വേവ് ഇക്വേഷനാണ് നമ്മൾ മെക്കാനിക്സിലും അല്ലെങ്കിൽ ഇലക്ട്രോഡൈനാമിക്സിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള വേവ് ഇക്വേഷനാണ് ആദ്യം ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ദ വേവ് ഇക്വേഷൻ. ക്ലിയർ? നമുക്കറിയാം, നമ്മൾ സാധാരണ ഒരു വേവ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വേവ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാവുന്നത് എങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. വേവിനെ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു എക്സ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നൊരു വേവ്, ആ വേവ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, മീഡിയത്തിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വൈ ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റിനെ ഞാൻ വൈ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ജനറൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ജനറൽ വേവ് ഇക്വേഷൻ ഇൻ വൺ ഡയമെൻഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഡോ സ്ക്വയർ y by ഡോ എക്സ് സ്ക്വയർ is equal to 1 by v square ഡോ സ്ക്വയർ y by ഡോ ടി സ്ക്വയർ. ഈ വേവിൻ്റെ പ്രൊപ്പഗേറ്റിംഗ് സ്പീഡാണ് v എന്ന് പറയുന്നത്. v is the speed of the wave. വേവിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്പീഡാണ്. ഓക്കെ, സോ ഹിയർ this equation represents a wave propagating in x direction, whose variable quantity is y. Clear? Okay, നമുക്ക് ഈ ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ബേസിക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇലക്ട്രോഡൈനാമിക്സിൽ നിങ്ങൾക്കറിയാം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ അവിടെ വേരിയബിൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ വൈക്ക് പകരം നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുക ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരു 3 ഡയമെൻഷനിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു സാധാരണ മെക്കാനിക്കൽ വേവ്സിലാണെങ്കിൽ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഒക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് ആ സ്ട്രിങ്ങിനുണ്ടാവുന്ന വൈ ഡയറക്ഷനിലുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ സൗണ്ട് വേവ്സിലാണെങ്കിൽ ഈ വൈ എന്ന് പറയുന്നത് പ്രഷർ ഡിഫറൻസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് stretched string y is the displacement. In the case of sound wave y is the pressure difference. In the case of electromagnetic wave, y can be the electric
or magnetic field. ഒരു ജനറൽ വേവ് ഇക്വേഷന്റെ റെപ്രസെന്റേഷൻ ആണിത്. ഏത് തരത്തിലുള്ള വേവ് ആവാം, ഒരു ഹാർമോണിക് വേവ് ആവാം, ഒരു ഗ്രൂപ്പ് ഓഫ് വേവ്സ് ആവാം, ട്രെയിൻ ഓഫ് സെയിം ഫ്രീക്വൻസിയുള്ള ട്രെയിൻ ഓഫ് വേവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയും ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡും സൂപ്പർഇമ്പോസ് ചെയ്യപ്പെട്ട ഒരു വേവ് ആവാം. ജനറലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഒരു ജനറൽ വേവ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേവ് ഇലക്ട്രോ ഡൈനാമിക്സ് ഉപയോഗിച്ചുകൊണ്ടോ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഇതിലേക്ക് അറൈവ് ചെയ്യാൻ സാധിക്കും. വി ക്യാൻ ഈസിലി general form of this wave equation can be derived from Newtonian mechanics and it can also be derived from electrodynamics. Electrodynamics നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒരു വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ. വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സോൾവ് ചെയ്യുമ്പോൾ y കിട്ടും. ഓക്കെ, അപ്പോൾ ആ വൈയുടെ ജനറൽ റെപ്രസെന്റേഷൻ എങ്ങനെ നമുക്ക് നടത്താൻ പറ്റും? ഓരോ വേവ്സിനും ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ റെപ്രസെന്റേഷൻ. ഇപ്പോൾ സൗണ്ട് വേവ്സിന് ഉണ്ടാകുന്ന റെപ്രസെന്റേഷൻ ആയിരിക്കില്ല ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഈ വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലുള്ള റെപ്രസെന്റേഷൻ വേറെ ആയിരിക്കും, ഒരു ഹാർമോണിക് വേവ്സിൻ്റെ റെപ്രസെന്റേഷൻ വേറെ ആയിരിക്കും, സൂപ്പർ ഇമ്പോസ് ചെയ്ത സെവറൽ വേവ്സിന്റെ റെപ്രസെന്റേഷൻ വേറെ ആയിരിക്കും. പല രൂപത്തിൽ നമുക്ക് വരാം. പക്ഷെ ജനറലി നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ദ ജനറൽ ഫോം, ജനറൽ സൊല്യൂഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ദ ജനറൽ സൊല്യൂഷൻ ടു ദ general wave equation can be represented as y is equal to some function of t plus or minus x by v if in one dimension ഉള്ള വേവ് ആണെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വേവ് ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ ഓഫ് ടി പ്ലസ് ഓർ മൈനസ് എക്സ് ബൈ വി. സം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഈ സൊല്യൂഷൻ നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? എക്സ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വേവിന്റെ സൊല്യൂഷനാണ് ഈ y is equal to some function of t plus or minus x by v എന്ന് പറയുന്നത്. അപ്പോൾ f of t minus x by v ആണെങ്കിൽ this corresponds to the wave propagating in plus x direction, and f of t plus x by v represents a wave propagating in minus x direction. പ്ലസ് എക്സ് ഡിറക്ഷനിൽ ഉള്ളത് എഫ് ഓഫ് ടി മൈനസ് എക്സ് വി. എഫ് എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ എന്ന് മാത്രമേ അറിയുള്ളൂ, നമുക്ക് എന്താണെന്ന് അറിയില്ല. ഓരോ വേവ്സിലും ഓരോ ഡിഫറെൻറ്റ് ഫിസിക്കൽ സിറ്റുവേഷനിലും ഡിഫറെൻ്റ് ആയിരിക്കും. അത് വേവ്സിൻ്റെ ബിഹേവിയറിനനുസരിച്ച്, ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേവിൻ്റെ നേച്ചറിനനുസരിച്ച് അത് വ്യത്യാസം വരാം. ചിലപ്പോൾ അതൊരു ഹാർമോണിക് വേവ് ആവാം, ഹാർമോണിക് അല്ലാത്തൊരു വേവും വരാം. ഡിഫറെൻറ്റ് ഫ്രീക്വൻസി, അതായത് ഒരേ ആംപ്ലിറ്റ്യൂഡുള്ള വേവ് ആവാം, എന്താ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വേവ് ആവാം, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും കോൺസ്റ്റന്റ് ആയിട്ടുള്ള വേവ് ആവാം, ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡും വേരി ചെയ്യുന്ന ഒരു റെപ്രസെന്റേഷൻ ആവാം. സെവറൽ വേവ്സിന്റെ സൂപ്പർ ഇമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വേവ് ആണെങ്കിൽ വേറൊരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഓരോ വേവ്സിനും ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് ജനറലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ? നമുക്കറിയാം മാറ്റർ വേവ്സിൽ നമ്മളുടെ വേരിയബിൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡിബ്രോയി വേവുമായി ബന്ധപ്പെടുത്തി നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്ന വേരിയബിൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സൈ വേവ് ഫംഗ്ഷനാണ്. അപ്പൊ നമ്മളുടെ അവിടെ ഉണ്ടാവുന്ന വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ സൈയുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സിമ്പിൾ വൺ ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ സൈ ഓഫ് എക്സ് ടി എന്ന് എഴുതാം. 3 ഡയമെൻഷൻ ആണെങ്കിൽ സൈ ഓഫ് എക്സ് വൈ സെഡ് ടി എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ ഓരോ പാർട്ടിക്കിളിനനുസരിച്ച് അതിന്റെ വേവ് ഫംഗ്ഷന്റെ നേച്ചർ വ്യത്യാസം വരാം.
നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഒരു ഫ്രീ പാർട്ടിക്കിളാണ്. ഫസ്റ്റ് വി വിൽ കൺസിഡർ എ ഫ്രീ പാർട്ടിക്കിൾ. ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ പാർട്ടിക്കിൾ മീൻസ് ഒരു റിയൽ ഫിസിക്കൽ സിറ്റുവേഷനെ നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിളിന്റെ പുറത്ത് യാതൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സുകളും ആക്ട് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ദ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു ഫ്രീ. ഇറ്റ് ക്യാൻ മൂവ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ആൻഡ് ഇറ്റ് ക്യാൻ മൂവ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. ഓക്കെ, ഇൻ സ്ട്രൈറ്റ് ലൈൻ. അതാണ് ഒരു ഫ്രീ പാർട്ടിക്കിളിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. സോ ഫ്രീ പാർട്ടിക്കിൾ മീൻസ് ദ പാർട്ടിക്കിൾ no external forces are acting on this particle, ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഈ പാർട്ടിക്കിളിന്റെ പുറത്തില്ല. സോ പാർട്ടിക്കിൾ ക്യാൻ മൂവ് ഫ്രീലി, ഇറ്റ് ക്യാൻ മൂവ് ഫ്രീലി വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. Clear? In a straight line.